വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കിയാലോ? കണ്ണൂർ കോക്ടെയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കോഴിക്കോട് കോക്ടെയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് നല്ല ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്സ് ആണ് ആവശ്യം. അതിനുശേഷം നല്ല പഴുത്തൊരു പപ്പായ എടുക്കാം. അതുപോലെ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം ആണ് ഇപ്പൊ ഇതിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. മിൽമയുടെ തന്നെ ഒരു കട്ടപ്പാലും നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പീനട്സ് അഥവാ കടല എടുക്കാം. അതുപോലെ അനാറ്, അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, കാഷ്യൂ നട്ട്സും കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മിക്സ്ചേഴ്സ് ഒക്കെ ഒരു ബ്ലെൻഡർ അഥവാ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കോക്ടെയിലിന് എത്രമാത്രം തിക്നെസ് വേണോ അതിനനുസരിച്ചുള്ള കുറച്ച് ഐസ്ക്രീംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 2.5-3 സ്കൂപ്പോളമാണ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതും നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു മെഷറിംഗ് കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വലിയ പീസായിട്ടാണ് നമ്മൾ ക്യാരറ്റ് ആയാലും അതുപോലെ തന്നെ പപ്പായയും ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അടിച്ചെടുക്കാം. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ കോഴിക്കോട് കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു ഗ്ലാസ് എടുക്കുക. അതിന് താഴെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള നട്ട്സും അനാറും ഒക്കെ താഴെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നട്ട്സോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം ക്ലീൻ. അപ്പം നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് വീട്ടിലുള്ളവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചു നോക്കൂ. ഇപ്പം നമ്മുടെ ചൂച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്, അവൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ഏതായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.